നമസ്കാരം, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കണ്ടു കാണും, കോയിൻ പ്രോബ്ലം എന്നാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന LSGS നമ്മുടെ ഡിഗ്രി മെയിൻസ് എക്സാമിന് കോയിൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം ആൾക്കാർ ഇങ്ങനെ സംശയം ചോദിച്ചു, അതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം കുറേ ഒരു ഡൗട്ട് ചോദിച്ച ഒരു മോഡലാണ് കോയിൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് ഒരു ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം ആയിരുന്നാലും RRBയുടെ നമ്മുടെ റെയിൽവേയുടെ NTPC എക്സാം ആയിരുന്നാലും അതിനകത്തൊക്കെ അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു വന്നിട്ടുള്ളതാണ് അല്ലേ? ഈ പറയുന്ന റെയിൽവേ എക്സാംസിനെല്ലാം ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുവരുന്നതാണ് കോയിൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നുള്ള കാര്യമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമോ? ക്വസ്റ്റ്യൻസ് ശരി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ബാഗ് കണ്ടെയ്ൻസ് ₹2, ₹5, ₹10 coins in the ratio 5:7:8 amounting to a total of ₹1,250. The number of ₹5 coins in the bag are. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ബാഗിനകത്ത് 2 രൂപയുടെയും 5 രൂപയുടെയും 10 രൂപയുടെയും കുറച്ച് കോയിൻസ് ഉണ്ട് ആണേ. ഈ പറയുന്ന കോയിൻസിന്റെ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് റേഷ്യോയിലാണ്? 5:7:8 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ കയ്യിലൊരു ബാഗുണ്ട്, ബാഗിനകത്ത് 2 റുപ്പീസിൻ്റെയും 5 റുപ്പീസിൻ്റെയും 10 റുപ്പീസിൻ്റെയും ഒക്കെ കോയിൻസ് ഉണ്ട്. ഈ കോയിൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ, കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് റേഷ്യോയിലാണ്? 5:7:8 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ആണേ. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഏതൊക്കെയാണ് ഉള്ളത്? 2 രൂപയുടെ ഉണ്ട് അല്ലേ, 2 റുപ്പീസിൻ്റെ ഉണ്ട്, ദെൻ 5 റുപ്പീസിൻ്റെ ഉണ്ട്, ദെൻ 10 റുപ്പീസിൻ്റെ ഒക്കെ കോയിൻസ് ഉണ്ട്. ഓക്കെ ആണേ. ഇവരുടെ കൗണ്ട് എന്ന് പറഞ്ഞാൽ, എണ്ണം എന്ന് പറഞ്ഞാൽ 5:7:8 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. 5:7:8 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഓക്കെ ആണേ. അപ്പോൾ ഈ റേഷ്യോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദ കോയിൻസ് ഇൻ ദ റേഷ്യോ 5:7:8 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പറയാം 2 രൂപയുടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 5x എണ്ണം ഉണ്ടെന്ന് പറയാം. ഓക്കെ ആണോ? 5 രൂപയുടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 7x എണ്ണം ഉണ്ട് എന്ന് പറയാം. അതേപോലെ 10 രൂപയുടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 8x എണ്ണം ഉണ്ട് എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടെ, ഈ തന്നിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മറന്നു പോരുത്. അത് അവരുടെ കൗണ്ടാണ്, എണ്ണത്തിൻ്റെ റേഷ്യോ ആണ്. 5:7:8 എന്ന് പറഞ്ഞാൽ. ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? 5x എണ്ണം. ഇനി 5 രൂപയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 7x എണ്ണം. ഇനി 10 രൂപയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 8x എണ്ണം ഉണ്ടെന്ന് പറയാം. ഓക്കെ ആണ്. ഇനി അപ്പോൾ നമുക്കിങ്ങനെ പറയാം, 2 രൂപയുടെ 5x എണ്ണമുണ്ടെങ്കിൽ ടോട്ടൽ എത്ര രൂപ? 2 രൂപ എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? 2x അതായത് 10x എന്ന് പറയാം. ഓക്കെ ആണോ? അതേപോലെ 5 രൂപയുടെ 7x എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 5x7 ദാറ്റ് ഈസ് 35x എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ 5 രൂപയുടെ കോയിൻസ് എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ അവരുടെ എണ്ണം എത്രയാണ്? 7x ആണ്. അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അതായത് 5x7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 35x എന്ന് പറഞ്ഞു കിട്ടും. അതേപോലെ 10 രൂപയുടെ 8x എണ്ണമുണ്ട് അല്ലെ, ഞാൻ പറഞ്ഞത് 8x എണ്ണം ഉണ്ടെന്നല്ലേ. 10 രൂപയുടെ 8x എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 10x8 നമുക്ക് പറയാം 80x എന്ന് പറയാം. ഓക്കെ ആണോ? ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് പറയുമ്പോൾ, അതായത് 2 രൂപ ടോട്ടൽ 5x രൂപയ്ക്കുണ്ട്. ഇനി ഈ പറയുന്ന 5 രൂപ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ 35x രൂപയ്ക്കുണ്ട്. 10 രൂപ എത്ര രൂപയ്ക്കുണ്ടെന്ന് ചോദിച്ചാൽ 80x രൂപയ്ക്കുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എമൗണ്ടിങ് ടു എ ടോട്ടൽ ഓഫ് 1,250. ടോട്ടൽ ആ ബാഗിനകത്ത് എത്ര രൂപയുണ്ട്? 1,250 രൂപയുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് 1,250 രൂപയാകും. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി പറഞ്ഞു നോക്കാം. 80ഉം 10ഉം കൂടെ ചേരുമ്പോൾ 90, 90ഉം 35ഉം കൂടെ ചേരുമ്പോൾ നമുക്ക് പറയാം 125x ഈക്വൽ ടു 1,250 എന്ന് പറയാം അല്ലേ. 125x ഈക്വൽ ടു 1,250 എന്ന് പറയാം. ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പറയും, എക്സ് എന്ന് പറഞ്ഞാൽ 1,250 ഡിവൈഡഡ് ബൈ 125 ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം, ഇവിടെ എത്ര പ്രാവശ്യമുണ്ട്?
10 പ്രാവശ്യമുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടി? 10 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ നമ്പർ ഓഫ് 5 rupees കോയിൻ ഇൻ ദ ബാഗ്. അങ്ങനെയാണെങ്കിൽ 5 രൂപയുടെ കോയിൻസ് ഈ ബാഗിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്നാണ്. ശരി, നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു 5 രൂപയുടെ കോയിൻ എത്ര എണ്ണം ഉണ്ട്? 7x എണ്ണം ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ 5 രൂപയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 7x എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 10 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും 7x അല്ലെങ്കിൽ 7 × 10 ചെയ്യുമ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറയാം? 5 രൂപയുടെ 70 കോയിൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 70 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു വരും. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ പറയുന്ന 2 രൂപയുടെയും 5 രൂപയുടെയും 10 രൂപയുടെയും കോയിൻസിന്റെ എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 5:7:8 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 5:7:8 എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ബാഗിൽ ടോട്ടലായിട്ട് എത്ര രൂപ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 1250 രൂപ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ബാഗിൽ മൊത്തത്തിൽ 1250 രൂപ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ശരി, നമുക്ക് പറഞ്ഞു വരാം. അപ്പോൾ ഇവിടെ 2 രൂപയുടെ കോയിൻ ഉണ്ട് അല്ലേ? അപ്പോൾ 2 രൂപയുടെ കോയിൻ ഉണ്ട്. അതേപോലെ 5 രൂപയുടെ കോയിൻ ഉണ്ട്. അതേപോലെ 10 രൂപയുടെയും കോയിൻസ് ഉണ്ട്. അവരുടെ എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അത് 5:7:8 എന്നാണ്. 5:7:8 എന്നാണ്. ശരി, അപ്പോൾ എണ്ണത്തിന്റെ റേഷ്യോ ആണ്. കൗണ്ടിന്റെ റേഷ്യോ 5:7:8 ആണെങ്കിൽ 2 രൂപയുടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 5x എണ്ണം ഉണ്ടെന്ന് പറയാം. 5 രൂപയുടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 7x എണ്ണം ഉണ്ടെന്ന് പറയാം. 10 രൂപയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 8x എണ്ണം ഉണ്ടെന്ന് പറയാം. ഓക്കെ ആണ്. 2 രൂപയുടെ 5x എണ്ണം ഉണ്ടെങ്കിൽ 2 രൂപ എത്രയ്ക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 × 5x പറയുമ്പോൾ 10x രൂപയുണ്ട്. വീണ്ടും 5 രൂപയുടെ 7x എണ്ണം ഉണ്ടെങ്കിൽ 5 × 7x ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 5 രൂപ കോയിൻ എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 5 × 7x ചെയ്യുമ്പോൾ 35x എന്ന് പറയാം. വീണ്ടും 10 രൂപയുടെ 8x എണ്ണം ഉണ്ടെങ്കിൽ 10 രൂപയുടെ കോയിൻ എത്ര രൂപയ്ക്കുണ്ടെന്ന് ചോദിച്ചാൽ 10 × 8 ചെയ്യുമ്പോൾ 80x എന്ന് പറയാം അല്ലേ? അപ്പോൾ 2 രൂപയുടേത് 10x രൂപയുണ്ട്. ഇനി 5 രൂപയുടേത് 35x രൂപയുണ്ട്. 10 രൂപയുടെ ആണെങ്കിൽ 80x രൂപയുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അല്ലേ, 2ഉം 5ഉം 10 മാത്രമല്ലേ ബാഗിലുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എത്ര രൂപ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 1250 അല്ലേ, 1250 റുപ്പീസ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടെ ചേരുമ്പോൾ 80+10 എന്ന് പറയുമ്പോൾ 90+35 എന്ന് പറയുമ്പോൾ 125x = 1250 എന്ന് പറയാം. ഇതിൽ നിന്ന് നമ്മൾ പറയും എക്സ് എന്ന് പറഞ്ഞാൽ 1250 / 125 ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 10 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ ആണോ? ശരി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ നമ്പർ ഓഫ് 5 rupees കോയിൻസ് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ 5 രൂപയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 7x എണ്ണം ഉണ്ടെന്നല്ലേ? അല്ലെ, എക്സ് 10 ആണെങ്കിൽ 7x എന്ന് പറഞ്ഞാൽ 7 × 10 നമുക്ക് കിട്ടും. ടോട്ടൽ 5 രൂപയുടെ കോയിൻ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 70 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇതിന് എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? നമുക്ക് കുറെ കൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എക്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എക്സ് ഒന്നും ഇല്ലാതെ ചെയ്യാന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് 2 രൂപയുടെ 5 എണ്ണം, 5 രൂപയുടെ 7 എണ്ണം, 10 രൂപയുടെ 8 കോയിൻ ഉണ്ടെന്നല്ലേ പറഞ്ഞു അല്ലേ? അവരുടെ എണ്ണത്തിന്റെ റേഷ്യോ നമ്മൾ ഇവർ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 5, 5 × 7, 10 × 8 ചെയ്താൽ മതി. 2 × 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 എന്ന് പറയാം അല്ലേ? 10 പ്ലസ് 5 × 7 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 5 രൂപയുടെ 7 എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപയായി? 35 രൂപയായി. പ്ലസ് 10 രൂപയുടെ 8 എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപയായി? 80 രൂപയായി. അപ്പോൾ ഒന്നും കൂടെ എങ്ങനെയാണ്? 2 രൂപയുടെ 5 എണ്ണം വരുമ്പോൾ എന്താവും? 10 രൂപയാവും. അതേപോലെ 5 രൂപയുടെ 7 എണ്ണം വരുമ്പോൾ എത്ര രൂപയായി? 35 രൂപയായി. അതേപോലെ 10 രൂപയുടെ 8 എണ്ണം വരുമ്പോൾ എത്ര രൂപയായി? 80 രൂപയായി. ഓക്കെ ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര രൂപ എന്ന് കിട്ടും? 125 രൂപ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 125 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? 125 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബാഗിലുള്ള ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1250 അല്ലേ? ഈ 1250നെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചോദ്യം എന്താണ്?
5 രൂപയുടെ കോയിൻ എത്രയാണെന്നല്ലേ 5 രൂപയുടെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 രൂപയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാണ്? 7 ആണ് അല്ലെ? 5 രൂപയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7 അല്ലേ? കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. ശരി, ഇവിടെ 125 125 ഒരു പ്രാവശ്യം, 1250 10 പ്രാവശ്യം, 10 × 7 ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് തന്നെ കിട്ടും? 70 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിന് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്ത് വരാം. അപ്പം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ 2 രൂപയുടെ 5 എണ്ണം ആയപ്പോൾ 10 രൂപയായി, 5 രൂപയുടെ 7 എണ്ണം ആയപ്പോൾ 35 രൂപയായി, ഇനി 10 രൂപയുടെ 8 എണ്ണം ആയപ്പോൾ 80 രൂപയായി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതെത്രയാണ്? 125 അല്ലേ? ടോട്ടൽ എമൗണ്ടിന്, ബാഗിലുള്ള എമൗണ്ടിന് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ചോദിച്ചിട്ടുള്ള 5 രൂപയുടെ കോയിൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 രൂപയുടെ റേഷ്യോ കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എങ്ങാനും നമ്മൾ 2 രൂപയുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ 2 രൂപയുടെ റേഷ്യോ ആയി 5 കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. ആ കിട്ടുന്ന ആൻസറിന് 5 കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി, നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാമോ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ ബാഗ് of ₹10, ₹20, ₹50 notes are kept in the ratio 1:3:5. If the total value of money kept in the bag is ₹1,920, what is the total number of ₹20 notes? അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാഗിനകത്ത് 10 രൂപയുടെയും 20 രൂപയുടെയും 50 രൂപയുടെയും നോട്ടുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏത് റേഷ്യോയില? 1:3:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഇനി ഈ പറയുന്ന ബാഗിൽ മുഴുവനായിട്ട് എത്ര രൂപയുണ്ട്? 1920 രൂപ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 രൂപയുടെ നോട്ടുകൾ എത്ര എണ്ണം കാണുമെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ അല്ലേ? ശരി, നമുക്ക് പറഞ്ഞു വരാം. അപ്പോൾ ഏതൊക്കെയുണ്ട്? 10 രൂപയുടെ അല്ലേ, 10 രൂപയുടെ നോട്ടുണ്ട്, പിന്നെ ഏതാ 20 രൂപയുടെ നോട്ടുണ്ട്, പിന്നെ ഏതാണ് 50 രൂപയുടെയും നോട്ടുണ്ടേ, 50 രൂപയുടെയും നോട്ടുണ്ട്. ഇനി ഇവരുടെ എണ്ണത്തിന്റെ റേഷ്യോ എങ്ങനെയായിരുന്നു? 1:3:5 എന്നാണ്. 1:3:5 എന്നാണ്. ശരി, അപ്പോൾ ഒന്നും കൂടെ ഇവരുടെ എണ്ണത്തിന്റെ റേഷ്യോ ആണ് 1:3:5 എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വരാൻ പറ്റും: 10 രൂപയുടെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 1x എണ്ണം, 20 രൂപയുടെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 3x എണ്ണം, 50 രൂപയുടെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 5x എണ്ണം. ഓക്കെ ആണോ? ശരി, അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 10 രൂപയുടെ 1x എണ്ണം ഉണ്ടെങ്കിൽ 10 രൂപ എത്ര രൂപയ്ക്കുണ്ടെന്ന് ചോദിച്ചാൽ 10 × 1x എന്താണ്? 10x പ്ലസ്. ഇനി 20 രൂപയുടെ 3x എണ്ണം ഉണ്ടെങ്കിൽ 20 രൂപ എത്ര രൂപയ്ക്കുണ്ടെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? 20 × 3x ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 60x പ്ലസ്. 50 രൂപയുടെ 5x എണ്ണം ഉണ്ടെങ്കിൽ അത് എത്ര രൂപയ്ക്കുണ്ടെന്ന് കാണാൻ 50 × 5x ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 250x. ഓക്കെ ആണോ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ബാഗിലുള്ള മൊത്തം എമൗണ്ട് കിട്ടുന്നത്. ബാഗിൽ മൊത്തം എത്ര രൂപയുണ്ട്? 1920 രൂപ. 1920 രൂപയുണ്ട്. ഓക്കെ ആണോ? ശരി, എല്ലാം കൂടെ കൂട്ടി നോക്കാം. 250ഉം 60ഉം കൂടെ കൂട്ടുമ്പോൾ 310, 310ഉം 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 320x. 320x = 1920 എന്ന് പറയാം. ഇതിൽ നിന്ന് x എന്ന് പറഞ്ഞാൽ 1920 ഡിവൈഡഡ് ബൈ 320 എന്ന് പറയാം. നമുക്ക് 0 0 ഒക്കെ വെട്ടിക്കളയാം. 0 0 വെട്ടിപ്പോയി. 32 192 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ 32ൽ 32 ഒരു പ്രാവശ്യം, 192ൽ 6 പ്രാവശ്യമുണ്ട്. 6 പ്രാവശ്യമുണ്ട്. നമുക്ക് x എന്ന് പറഞ്ഞാൽ എത്രന്ന് കിട്ടി? 6 എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് 20 rupees നോട്ട് എന്നല്ലേ? 20 രൂപയുടെ എത്ര നോട്ടുകൾ ഉണ്ടെന്നല്ലേ കണ്ടുപിടിക്കേണ്ടേ? നമുക്കറിയാം 20 രൂപയുടെ എത്ര എണ്ണം ഉണ്ട്? 3x എണ്ണം ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. x നമുക്ക് 6 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ 3x എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? 3x എന്ന് പറഞ്ഞാൽ 3 × 6 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 20 രൂപയുടെ 18 നോട്ടുകളാണുണ്ട്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 18 എന്ന് പറയാൻ പറ്റും. 18 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എക്സ് ഒക്കെ ഇട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ ആ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാമോ? രണ്ടാമത് പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ നമുക്കറിയാം 10 രൂപയുടെയും 20 രൂപയുടെയും 50 രൂപയുടെയും നോട്ടുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1:3:5 എന്നാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 10 രൂപയുടെ ഒരു നോട്ട് ഉണ്ടെങ്കിൽ എത്ര രൂപയായി? 10 രൂപയായി. 20 രൂപയുടെ 30 നോട്ടുണ്ടെങ്കിൽ 20 രൂപയുടെ 30 നോട്ടുണ്ടെങ്കിൽ എത്ര രൂപ? 20 രൂപയുടെ 3 നോട്ടുണ്ടെങ്കിൽ എത്ര രൂപയായി? 60 രൂപയായി. ഇനി 50 രൂപയുടെ 5 നോട്ടുണ്ടെങ്കിൽ എത്ര രൂപയായി?
250 രൂപയായി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 320 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ആണേ? അല്ല, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 320 കിട്ടി. നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്? ടോട്ടൽ എമൗണ്ടിനെ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് 1920 ഡിവൈഡഡ് ബൈ കണ്ടുപിടിച്ച 320 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 6 കിട്ടും. ഈ കിട്ടുന്ന ആൻസറിനെ ഇനി എന്താണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, 20 രൂപയുടെ നോട്ടല്ലേ കണ്ടുപിടിക്കേണ്ടേ, ആ റേഷ്യോ കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. 20ന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 6 × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? 18 കിട്ടി. ഇനിയിപ്പോ നമുക്ക് 10 രൂപയുടെ എണ്ണം കാണണമെങ്കിൽ ഈ കിട്ടിയ 6നെ 10ന്റെ റേഷ്യോ ആയ 1 കൊണ്ട് ഗുണിച്ചാൽ മതി. 10 രൂപയുടെ എത്ര എണ്ണം കാണും? 6 എണ്ണം കാണും. ഇനി നമുക്ക് 50 രൂപയുടെ എണ്ണം കാണണമെങ്കിൽ, 50 രൂപ നോട്ടിന്റെ എണ്ണം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കണ്ടുപിടിച്ച 6നെ 50ന്റെ റേഷ്യോ ആയ 5 കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. അല്ലെ? 6 × 5 ചെയ്യുമ്പോൾ എത്ര എണ്ണം കാണും? 20 എണ്ണം കാണും. ഓക്കെ ആണോ? അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. എങ്കിലും ഈ ഒരു രീതിയിലൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എക്സ് വെച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാമോ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രമേഷ് ഹാവ് ദ കോയിൻസ് ഓഫ് 50 പൈസ, ₹1 and ₹5 in the ratio of 2:3:5 respectively. He has a total amount of ₹116. How many coins of 50 paise he has? ഓക്കെ, നേരത്തെ പറഞ്ഞു തന്ന സെയിം മോഡൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? 50 പൈസ അല്ലേ? അപ്പോൾ 50 പൈസയുടെ കോയിൻ ഉണ്ട്, പിന്നെ 1 രൂപയുടെ കോയിൻ ഉണ്ട് അല്ലേ? 1 രൂപയുടെ കോയിൻ ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 രൂപയുടെ കോയിൻ ഉണ്ട്. ഇവരുടെ എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2:3:5 എന്നാണ് ആണേ. അപ്പോൾ ഇവരുടെ എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2:3:5 എന്നാണ്. ശരി, ഹി ഹാസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് 116 എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എണ്ണത്തിന്റെ റേഷ്യോ അല്ലേ? 50 പൈസയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? 2x എണ്ണം എന്ന് പറയാം. അതേപോലെ 1 രൂപയുടെ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? 3x എണ്ണം എന്ന് പറയാം. 5 രൂപയുടെ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ, 5 രൂപയുടെ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ അത് 5x എണ്ണം എന്ന് പറയാം. ഓക്കെ അല്ലേ? ശരി, നമുക്ക് പറയാം 50 പൈസയുടെ 2x എണ്ണം എന്നാണ്. ഈ 50 പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? അര രൂപ എന്നല്ലേ? അല്ലേ? 50 പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അര രൂപയാണ്. അതായത് അര രൂപയുടെ 2x എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ അര ഇൻറ്റു 2x എന്നല്ലേ? ഓക്കെ അല്ലേ? പ്ലസ് 1 രൂപയുടെ 3x എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 × 3x പ്ലസ് 5 രൂപയുടെ 5x എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് കാണാൻ 5 × 5x. ഓക്കെ അല്ലേ? ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എത്ര രൂപ ഉണ്ടെന്നാ ബാഗിൽ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? 116 രൂപ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ശരി, ഇത് ചേർത്ത് നമ്മൾ പറയുമ്പോൾ 2 × 2 ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 × 3x എന്ന് പറഞ്ഞാൽ 3x പ്ലസ് 5 × 5x എന്ന് പറയുമ്പോൾ 25x ഈക്വൽ ടു 116 എന്ന് പറഞ്ഞു കിട്ടി. ശരി, 25ഉം 3ഉം 28ഉം 1 അല്ലേ? 25x 3x 1x എല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 29x എന്ന് പറഞ്ഞു കിട്ടി. അതെത്രയാണ്? 116 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് എന്ന് പറഞ്ഞാൽ 116 ഡിവൈഡഡ് ബൈ 29 എന്ന് പറയാം. 116 ഡിവൈഡഡ് ബൈ 29 എത്രയാണെന്ന് കിട്ടും? 116 ഡിവൈഡഡ് ബൈ 29 എന്ന് പറഞ്ഞാൽ 29 ഇൻറ്റു എത്രയാണ്? 116 എന്ന് പറഞ്ഞാൽ 29 ഇൻറ്റു 4 ആണ് കേട്ടോ. 29 ഇൻറ്റു 4 അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 29 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണെന്ന് കിട്ടും? 29 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 36, 3 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8, 8 3 നമുക്ക് എത്രയാണെന്ന് കിട്ടും? 116 കിട്ടും കേട്ടോ. അത് ഒരു പ്രൈം നമ്പർ ആണ്, അല്ലാതെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റില്ല. 29ൽ ഒരു പ്രാവശ്യം, ഇവിടെ എത്ര പ്രാവശ്യം ഉണ്ട്? 4 പ്രാവശ്യമാണ് ഉള്ളത്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 4 എന്ന് പറഞ്ഞു കിട്ടി. ഇനി ഹൗ മെനി കോയിൻസ് ഓഫ് 50 പൈസ ഹി ഹാസ് എന്നല്ലേ? 50 പൈസയുടെ എത്ര എണ്ണം ഉണ്ടെന്നല്ലേ? നമുക്ക് എക്സ് 4 കിട്ടിയേ. 50 പൈസയുടെ എത്ര എണ്ണം ഉണ്ട്? 2x എണ്ണം അല്ലേ ഉള്ളത്? 50 പൈസയുടെ 2x എണ്ണം അല്ലേ? അപ്പൊ 2 × 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്ര എണ്ണം എന്ന് പറഞ്ഞു കിട്ടി? 50 പൈസയുടെ 8 കോയിൻസിനാണുള്ളത്. നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി 8 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ അല്ലേ?
കണ്ടോ? അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് വരാം. ഇനി ഇല്ല, നമ്മൾ ആ രണ്ടാമത് പറഞ്ഞ രീതിയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 50 പൈസയുടെയും അല്ലെ 2:2 അല്ലെ 50 പൈസയുടെയും 1 രൂപയുടെയും 5 രൂപയുടെയും കോയിൻസ് ഏത് റേഷ്യോയിലാ? 2:3:5 എന്നല്ലേ? അതായത് 50 പൈസയുടെ 2 അല്ലെ, ഇവിടെ എണ്ണം അല്ലേ പറഞ്ഞിരിക്കുന്നത്, 50 പൈസയുടെ 2 കോയിൻ ആകുമ്പോൾ എത്ര രൂപയായി? 1 രൂപയായി. പ്ലസ് 1 രൂപയുടെ 3 അല്ലെ കോയിൻ പറയുമ്പോൾ എത്ര രൂപയായി? 3 രൂപയായി. 5 രൂപയുടെ 5 കോയിൻ ആകുമ്പോൾ എത്രയായി? 25 രൂപയായി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 29 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ എമൗണ്ട് ആയ 116നെ നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു തുക കൊണ്ട് 29 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 4 എന്ന് പറഞ്ഞു കിട്ടും. ഈ കിട്ടുന്ന ആൻസറിനെ നമുക്ക് ചോദിച്ചിട്ടുള്ള 50 പൈസയുടെ അല്ലേ 50 പൈസയുടെ റേഷ്യോ കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മുടെ ആൻസർ എത്ര എന്ന് കിട്ടി? 8 എന്ന് പറഞ്ഞു കിട്ടി. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ 1 രൂപയുടെ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടുന്ന 4നെ എത്ര കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതേ ചോദ്യത്തിൽ 5 രൂപയുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ഈ കിട്ടിയ 4നെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 × 5 20 എണ്ണം കാണും 5 രൂപയുടെ. ഓക്കെ ആണോ? ഇതേപോലെ ഈ ഒരു മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് കുറെ കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ നേരായ രീതിയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാമോ? ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ ഡിഗ്രി മെയിൻസ് എക്സാമിന് വന്നതാണ്. നമ്മുടെ കേരള PSC ഡിഗ്രി LSGS എക്സാമിന് വന്ന ചോദ്യമാണ് കേട്ടോ. ഒരുപാട് പേര് സംശയം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരി, നമുക്ക് ചെയ്തു വരാം. എ ബാഗ് കണ്ടെയ്ൻ 50 പൈസ 25 പൈസ ആൻഡ് 10 പൈസ കോയിൻ ഇൻ ദ റേഷ്യോ 5:9:4 amounting to ₹206. Find the number of 10 പൈസ കോയിൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ബാഗ് കണ്ടെയ്ൻ 50 പൈസ 25 പൈസ ആൻഡ് 10 പൈസ കോയിൻ ഇൻ ദ റേഷ്യോ ഓഫ് 5:9:4 amounting to ₹206 അല്ലെ 206. Find the number of 10 പൈസ കോയിൻ. ശരി, നമുക്ക് ചെയ്തു വരാം. ശരി, പറഞ്ഞു വരാം. ഏതൊക്കെയാ ഉള്ളത്? 50 പൈസ അല്ലേ? അപ്പോൾ ഇവിടെ 50 പൈസയുടെ കോയിൻ ഉണ്ട്, ദെൻ 25 പൈസയുടെ കോയിൻ ഉണ്ട്, ദെൻ 10 പൈസയുടെ കോയിൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവരുടെ കൗണ്ട് ഏത് റേഷ്യോയിലാ? 5:9:4 എന്ന് പറയുന്ന രീതിയിലല്ലേ ആണേ. അപ്പോൾ 50 പൈസയുടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ 5x എണ്ണം എന്ന് പറയാം. 25 പൈസയുടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 9x എണ്ണം എന്ന് പറയാം. 10 പൈസയുടെ എത്ര കോയിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 4x എണ്ണം എന്ന് പറയാം. ഓക്കെ ആണോ? ശരി, ഇതിനകത്ത് ചെറിയൊരു കാൽക്കുലേഷൻ വരും. അപ്പോൾ 50 പൈസയുടെ 5x എണ്ണമുണ്ട്, 5x എണ്ണമുണ്ട്. നമ്മൾ ഈ 50 പൈസ എന്ന് പറഞ്ഞെങ്കിൽ എത്ര രൂപയാ? അര രൂപയല്ലേ, ഹാഫ് റുപ്പീസ് അല്ലേ? അതായത് അര രൂപയുടെ 5x എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്കുണ്ടെന്ന് ചോദിച്ചാൽ അര × 5x. ഓക്കെ ആണോ? പ്ലസ് 25 പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 1/4 രൂപയാണ് അല്ലേ? 1/4 അല്ലേ? അപ്പോൾ 1/4 അതായത് 1/4. ഈ 1/4 രൂപയുടെ 9x എണ്ണം ഉണ്ടെങ്കിൽ അത് എത്ര രൂപയ്ക്കുണ്ടെന്ന് ചോദിച്ചാൽ × 9x. പ്ലസ് 10 പൈസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1/10 റുപ്പീസ് ആണ് അല്ലേ? 10-1 അല്ലേ? 10-1 രൂപയല്ലേ? അതായത് 1/10 റുപ്പീസ്. 1/10 റുപ്പീസ് അത് എത്ര എണ്ണം ഉണ്ട്? 4x എണ്ണം അല്ലേ? 4x എണ്ണം അല്ലേ? അപ്പൊ അത് എത്ര രൂപയ്ക്കുണ്ടെന്ന് കാണാൻ 1/10 × 4x എന്ന് പറയാം. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എത്ര രൂപ ഉണ്ടെന്നാ പറയുന്നത്? ബാഗിൽ 206 രൂപ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ 50 പൈസയുടെ 5x എണ്ണം ഉണ്ട്, 25 പൈസയുടെ 9x എണ്ണം ഉണ്ട്, 10 പൈസയുടെ 4x എണ്ണം ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 50 പൈസ എന്ന് പറഞ്ഞാൽ അര രൂപയാണ്, 25 പൈസ എന്ന് പറഞ്ഞാൽ 1/4 രൂപയാണ്, അതായത് 1/4 ആണ്. ഇനി 10 പൈസ എന്നാ പറഞ്ഞിരിക്കുന്നത്. 10 പൈസ എന്ന് പറഞ്ഞാൽ അതെന്താണ്? 1/10 രൂപ എന്നാണ്. അതിന്റെ എത്ര എണ്ണം ഉണ്ട്? 4x എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എന്ത് കിട്ടും? 206 എന്ന് പറഞ്ഞിട്ടും 206. ഓക്കെ അല്ലേ? ശരി, ഇവിടെ നമ്മൾ കൂട്ടി വരുമ്പോൾ ചേർത്ത് പറയുമ്പോൾ എങ്ങനെ പറയാം? 5x/2 5x/2 പ്ലസ് 9x/4 പ്ലസ് 4x/10 4x/10 ഈക്വൽ ടു എന്ന് പറയാം 206 എന്ന് പറയാം. 206. ശരി, ഇവിടെ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഈ പറഞ്ഞ ഡിനോമിനേറ്റേഴ്സ് എല്ലാം എന്താക്കി കൊടുക്കണം? സെയിം ആക്കി കൊടുത്താലും മതി. ഡിനോമിനേറ്റേഴ്സ് എല്ലാം കൂടെ സെയിം ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? LCM എടുത്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നായിട്ട് ഗുണിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം കൂടെ ആഡ് ചെയ്ത് പറയാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ.
ഞാനിവിടെ LCM എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ 2ന്റെയും 4ന്റെയും 10ന്റെയും LCM എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2ന്റെയും 4ന്റെയും 10ന്റെയും LCM എന്ന് പറഞ്ഞാൽ 10 ആണോ? അല്ല, 20 ആണ് കേട്ടോ, 20 ആണ്. അപ്പോൾ 20 LCM ആയ 20 കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ 20 ഇൻറ്റു 5x/2 പ്ലസ് 20 ഇൻറ്റു 9x/4 പ്ലസ് LCM ആയ 20 ഇൻറ്റു 4x/10 ഹോൾ ഡിവൈഡഡ് ബൈ LCM ആയ 20 ഈക്വൽ ടു നമ്മൾ ചെയ്തു വരുമ്പോൾ എത്രാന്ന് കിട്ടും? 206 എന്ന് പറഞ്ഞിട്ടും 206. ശരി, ഇവിടെ വെട്ടിപ്പോകേണ്ടതെല്ലാം വെട്ടിക്കളയാം. 2ൽ 2 ഒരു പ്രാവശ്യം, 20ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 10 പ്രാവശ്യമുണ്ട്. 4ൽ 4 ഒരു പ്രാവശ്യം, 20ലാണെങ്കിൽ 4 എത്ര പ്രാവശ്യമുണ്ട്? 5 പ്രാവശ്യമുണ്ട്. 10ൽ 10 ഒരു പ്രാവശ്യം, 20ലാണെങ്കിൽ 2 പ്രാവശ്യമുണ്ട്. എല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ 10 ഇൻറ്റു 5x എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 5x എന്ന് പറയുമ്പോൾ എത്രയാണ്? 50x പ്ലസ് 5 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 45x പ്ലസ് 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8x ഹോൾ ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 206 എന്ന് പറയാം. ഓക്കെ ആണോ? അപ്പോൾ കുറച്ചധികം കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ 50x പ്ലസ് 45x പ്ലസ് 8x എന്നാണ്. ശരി, ചേർത്ത് പറയുമ്പോൾ 50x പ്ലസ് 45x എന്ന് പറയുമ്പോൾ 95x ആണ്. 95x പ്ലസ് 8x എന്ന് പറയുമ്പോൾ എത്രയാണ്? 103x ആണ്. അപ്പോൾ ഒന്നും കൂടെ 50x പ്ലസ് 45x എന്ന് പറയുമ്പോൾ 95x ആണ്. 95x പ്ലസ് 8x എന്ന് പറയുമ്പോൾ 103x ആണ്. ദാറ്റ് ഈസ് 103x ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 206 എന്ന് പറയാം. വീണ്ടും 103x ഈക്വൽ ടു 20 ഇൻറ്റു 206 ചെയ്യുമ്പോൾ 20 ഇൻറ്റു 206 ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും? എത്ര കിട്ടും? 2 ഇൻറ്റു 206 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 412 എന്നാണ് അല്ലെ? 412. 2 ഇൻറ്റു 206 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 412 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി, 4120 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് പറയാം 103x ഈക്വൽ ടു 4120 എന്ന് പറയും. 4120. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, x ഈക്വൽ ടു 4120 ഡിവൈഡഡ് ബൈ എന്തെന്ന് പറയാം? 103 എന്ന് പറയാം. 4120 ഇൻറ്റു 103 എന്ന് പറയാം. ശരി, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഇട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? ഫൈൻഡ് ദ നമ്പർ ഓഫ് 10 പൈസ കോയിൻ എന്നല്ലേ? 10 പൈസ കോയിൻ നമുക്ക് x എന്ന് പറഞ്ഞാൽ 4120 എന്ന് കിട്ടി. 10 പൈസയുടെ കോയിൻ എന്ന് പറഞ്ഞാൽ 4x എന്നല്ലേ? 4x എന്നല്ലേ? നമുക്ക് ഇതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഈ കിട്ടുന്ന ആൻസറിനെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ശരി, നമുക്ക് ഡിവൈഡ് ചെയ്ത് പറഞ്ഞു നോക്കാം. 103x 412 അല്ലെ? 412. 103ൽ 103 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമാണ്. 412ൽ 103 എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 4 പ്രാവശ്യമാണ്. 0 എന്ന് പറയാൻ കിട്ടും. അതായത് x എന്ന് പറഞ്ഞാൽ നമുക്ക് 40 എന്ന് കിട്ടി. നമുക്ക് ആവശ്യം 10 പൈസയുടെ എണ്ണം അല്ലേ? 10 പൈസയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട്? 4x എണ്ണം ഉണ്ടല്ലേ? 4x എണ്ണം. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, 4x എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 40 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 160 10 പൈസ കോയിൻ ഉണ്ടെന്ന് പറയാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 160 എണ്ണം എന്ന് പറയാൻ പറ്റും. 160 എണ്ണം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം കാൽക്കുലേറ്റീവ് ആയിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് വന്ന് പലരും ഇതിന്റെ കൺസെപ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു കാണണം. അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാൽക്കുലേഷൻ ഒക്കെ വന്നപ്പോഴായിരിക്കും പലരും ഇടയിലൊക്കെ വീണുപോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേര് ഇത് ഡൗട്ട് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു വരാനായിട്ട് അത്യാവശ്യം കാൽക്കുലേഷൻ ഉണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം കാൽക്കുലേഷൻ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിച്ചത്. അപ്പോൾ കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത്യാവശ്യം കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു വരാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമോ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇത് RRB NDPC 2022 വന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കൃഷ്ണ ഹാസ് എ ഫ്യൂ കോയിൻസ് ഓഫ് 1 rupee 50 paise and 25 paise in the ratio 1/4 is to 1/2 is to 1/2. If the number of 25 paise coin is 100, then the total amount with Krishna is. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 4 ക്വസ്റ്റ്യൻ്റെ സെയിം മോഡലല്ല, കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ശരി, പറഞ്ഞു വരാം. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കൃഷ്ണയുടെ കയ്യിലുള്ള എന്തൊക്കെയുണ്ട്? 1 രൂപയുടെ ഉണ്ട് അല്ലേ? 1 രൂപയുടെ കോയിൻ ഉണ്ട്. പിന്നെ എന്താ? 50 പൈസയുടെ കോയിൻ ഉണ്ട്. ദെൻ എന്താ? 25 പൈസയുടെ കോയിൻ ഉണ്ട്. ഓക്കെ അല്ലേ?
ഇനി ഇവരുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏത് റേഷ്യോ അല്ല, 1/4 1/2 1/2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഓക്കെ ആണ്, ഈ ഒരു റേഷ്യോയിലാണ് കോയിൻസ് ഉള്ളത്, അവരുടെ എണ്ണമാണ്. ശരി, നമുക്ക് ഇങ്ങനെ ഇട്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഈ റേഷ്യോ വരുമ്പോൾ അല്ലേ, ഫ്രാക്ഷൻ ആയിട്ട് റേഷ്യോ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫ്രാക്ഷനെ മാറ്റാൻ പറ്റും. ഇതിന്റെ ഡിനോമിനേറ്ററിൽ വരുന്ന ഛേദങ്ങളിൽ വരുന്ന നമ്പറിന്റെ LCM കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി. ഛേദങ്ങളിൽ വരുന്ന നമ്പറിന്റെ LCM എടുത്തിട്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ ഗുണിക്കുമ്പോൾ 4ന്റെയും 2ന്റെ LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. LCM ആയ 4 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുമ്പോൾ 4 × 1/4 ഈസ്റ്റു LCM ആയ 4 × 1/2 ഈസ്റ്റു LCM ആയ 4 × 1/2. ശരി, ഇതൊക്കെ വെട്ടിപ്പോയി. 2ൽ 2 ഒരു പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം, 1 പ്രാവശ്യം, 2 പ്രാവശ്യം. നമുക്ക് കിട്ടി 1:2:2 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ ആണോ? അപ്പോൾ 1 രൂപയുടെയും 50 പൈസയുടെയും 25 പൈസയുടെയും എണ്ണത്തിന്റെ അംശബന്ധം എന്ന് പറഞ്ഞാൽ, റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, 1:2:2 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ നമ്പർ ഓഫ് 25 പൈസ കോയിൻ ഈസ് 100 അല്ലേ, അപ്പൊ നമുക്ക് പറയാം 1 രൂപയുടേത് 1x എണ്ണം ഉണ്ട്, 50 പൈസയുടേത് 2x എണ്ണം ഉണ്ട്, 25 പൈസയുടേത് 2x എണ്ണം ഉണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്പർ ഓഫ് 25 പൈസ കോയിൻ. നമ്പർ ഓഫ് 25 പൈസ കോയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 2x എണ്ണം അല്ലേ. അതായത് നമുക്ക് പറയാം 2x എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ എത്ര തന്നിട്ടുണ്ട്, 100 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ നമ്പർ ഓഫ് 25 പൈസ കോയിൻ ഈസ് 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 25 പൈസ കോയിന്റെ കൗണ്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണ്, 2x എന്നാണ്. ആ 2x തന്നിട്ടുണ്ട് 100 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ x എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയും, 50 എന്ന് പറയും. x എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ദെൻ ദ ടോട്ടൽ എമൗണ്ട് വിത്ത് കൃഷ്ണ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കൃഷ്ണയിടയിൽ 1 രൂപയുടെ എത്ര എണ്ണം ഉണ്ട്, 1x എണ്ണം ഉണ്ടല്ലോ. കൃഷ്ണയിടയിൽ 1 രൂപയുടെ 1x എണ്ണം ഉണ്ട്. അപ്പോൾ 1 രൂപയുടെ കോയിൻ എത്ര രൂപയ്ക്ക് ഉണ്ടെന്ന് കാണാൻ 1 × 1x, അതായത് 1x. ഇനി 50 പൈസയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 50 പൈസയുടെ എത്ര എണ്ണം ഉണ്ട്, 2x എണ്ണം ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, 2x എണ്ണം. അപ്പോൾ നമുക്ക് പറയാം 50 പൈസയുടെ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ, എത്ര രൂപയ്ക്കുണ്ടെന്ന് ചോദിച്ചാൽ 50 പൈസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എത്രയാണ്, ½ രൂപയാണ്. അപ്പോൾ ½ × 2x പ്ലസ് ഇനി 25 പൈസയുടെ 2x എണ്ണം ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. 25 എന്ന് പറഞ്ഞാൽ 25 പൈസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് എന്താണ്, 1/4 ആണ് അല്ലെ, 1/4 രൂപയല്ലേ. ഇൻറ്റു അത് എത്ര എണ്ണം ഉണ്ട്, 2x എണ്ണം ഉണ്ട്. ഓക്കെ ആണോ? ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ ഇവിടെ x ഒക്കെ ക്യാൻസൽ ആയിപ്പോയി. x + x എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 2x പ്ലസ് ഇവിടെ 2 1 ടൈം, ഇവിടെ 2 ടൈം, അതായത് 2x + x/2 അല്ലെ. ഇത് കണ്ടുപിടിച്ചു കൊടുത്താൽ മതി, നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കിട്ടും. ശരി, 2x എന്ന് പറയുമ്പോൾ 2 × 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 × 50 പ്ലസ് x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50/2. 2 × 50 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 100 + 25 ചെയ്യുമ്പോൾ കിട്ടും. ടോട്ടൽ കൃഷ്ണയുടെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ 125 രൂപ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 125 രൂപ എന്ന് പറഞ്ഞിട്ട്, 125 rupees എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞ കൺസെപ്റ്റുകൾ അല്ലെ, തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു 4 ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കിയ കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഞാനിവിടെ x എന്നൊക്കെ പറഞ്ഞെടുക്കുന്നതിൽ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഈ റേഷ്യോനെ ഫ്രാക്ഷനെ മാറ്റിയപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, 1:2:2 അല്ലേ. ആ ഫ്രാക്ഷൻ മാറ്റിയ രീതിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്തു, ഡിനോമിനേറ്റേഴ്സിന്റെ ഛേദങ്ങളുടെ LCM എടുത്ത് എന്ത് ചെയ്തു, ഓരോന്നിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി 1:2:2 എന്ന് പറഞ്ഞു കിട്ടി. ദാറ്റ് ഈസ് നമുക്ക് പറയാം 1 രൂപയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 1x എണ്ണം, 50 പൈസയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 2x എണ്ണം, 25 പൈസയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 2x എണ്ണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോൾ ഇഫ് ദ നമ്പർ ഓഫ് 25 പൈസ കോയിൻ ഈസ് 100 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് 25 പൈസയുടെ എണ്ണം നമ്മൾ എന്തെന്നാ എടുത്ത്, 2x എന്നല്ലേ പറഞ്ഞെടുത്ത്. ആ 2xനെ ഞാൻ എന്തെടുത്തു, അല്ലെങ്കിൽ ഞാൻ എടുത്തതല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് x കിട്ടി. x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് x എന്ന് പറഞ്ഞത് കിട്ടി, 50 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് പറയാം 1 രൂപയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1x എണ്ണം അല്ലേ. അങ്ങനെ 1x എണ്ണം ഉള്ള 1 രൂപ വെച്ച് 1x എണ്ണം എന്ന് പറയുമ്പോൾ എത്ര രൂപ ഉണ്ടെന്ന് കാണാൻ 1 × 1x. ഇനി 50 പൈസ എന്ന് പറഞ്ഞാൽ ½ രൂപ എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ½ × എത്ര എണ്ണം ഉണ്ട്,
2x എണ്ണം ഉണ്ട് 50 പൈസ, അപ്പോൾ ഹാഫ് ഇൻറ്റു 2x. ഇനി 25 പൈസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/4 ആണ്, അല്ലെ 1/4 രൂപയാണ്. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? 2x എണ്ണം ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തൊക്കെ പറയുമ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x എന്ന് പറഞ്ഞു കിട്ടി. ദെൻ ഇവിടുത്തെ 4ഉം ഈ പറഞ്ഞ 2 ഒക്കെ ക്യാൻസലായി 1/2x, ദാറ്റ് ഈസ് x/2 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 50 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എക്സിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുമ്പോൾ 2 × 50 100 എന്നും ഇനി 50/2 25 എന്നും കിട്ടും. ടോട്ടൽ നമുക്ക് പറയാം 125 രൂപ കൃഷ്ണയുടെ ബാഗിനകത്തുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ കുറച്ചധികം നമ്മൾ ചിന്തിച്ചെഴുതേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെയാണ്: ഇൻ എ ബോക്സ് കണ്ടെയ്നിങ് 1 rupee 50 paise and 25 paise coin in the ratio 1:2:3, the number of 50 paise coin was 80. How much money was there in the box? എന്നാണ്. RRB NDPC 2021 വന്ന ക്വസ്റ്റൻ ആണ്. ശരി, അപ്പം പറഞ്ഞു വരാം. ഇൻ എ ബോക്സ് കണ്ടെയ്നിങ് 1 rupee 50 paise and 25 paise coin in the ratio 1:2:3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The number of 50 paise coin was 80. ഓക്കെ, അപ്പോൾ ബാഗിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ 1 രൂപയുടെ കോയിൻ ഉണ്ടല്ലേ, 1 രൂപയുടെ കോയിൻ ഉണ്ട്. ദെൻ എന്താണ്? 50 പൈസയുടെ കോയിൻ ഉണ്ട്, 50 പൈസയുടെ കോയിൻ ഉണ്ട്. ദെൻ 25 പൈസയുടെ കോയിൻ ഉണ്ട്, 25 പൈസയുടെ കോയിൻ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവരുടെ എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1:2:3 എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഇവരുടെ എണ്ണത്തിന്റെ റേഷ്യോ 1:2:3 ആണെങ്കിൽ 1 രൂപയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 1x എണ്ണം, 50 പൈസയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 2x എണ്ണം, 25 പൈസയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 3x എണ്ണം. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് 50 പൈസ കോയിൻ, 50 പൈസയുടെ എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് 2x എന്നല്ലേ, അല്ലെ 2x എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് അവർ തന്നിട്ടുണ്ട്. അത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 50 പൈസയുടെ എണ്ണം 80 എണ്ണം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 80/2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് കിട്ടി? 40 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ അല്ലേ? നമുക്കിനി സിമ്പിളായിട്ട് പറഞ്ഞു നോക്കാം. 1 രൂപയുടെ 1x എണ്ണം അത് എത്ര രൂപയ്ക്കുണ്ടെന്ന് ചോദിച്ചാൽ, അല്ലെ ഇവന്മാർ തമ്മിൽ ഗുണിച്ചാൽ പോരെ, 1 × 1x പ്ലസ് 50 പൈസയുടെ 2x എണ്ണം ഉണ്ടല്ലേ. 50 പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 അല്ലെ, 1/2 രൂപയല്ലേ. അത് എത്ര എണ്ണം ഉണ്ട്? 2x എണ്ണം ഉണ്ട്. പ്ലസ് 25 പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ എത്രയാണ്? 1/4 rupees ആണ്. അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ട്? 3x എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ശരി, കൂട്ടി നോക്കാം. ഈ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x പ്ലസ്, ഇവിടെ ക്യാൻസൽ ചെയ്യാൻ നിർവാഹമുണ്ടോ? ഇല്ല. നമുക്ക് എങ്ങനെ ചേർത്ത് പറയാം? 3x/4 എന്ന് പറയാം. എക്സ് നമുക്കറിയാം എത്രയാണ്? 40 അല്ലേ. ഇതിന്റെ സ്ഥാനത്തിട്ട് കൊടുത്താൽ മതി. 2 × 40 പ്ലസ് 3/4 × 40 ചെയ്താൽ മതി. 4 ഒരു പ്രാവശ്യം, 40 4 10 പ്രാവശ്യമുണ്ട്. 2 × 40 എന്ന് പറയുമ്പോൾ എത്രയെന്ന് കിട്ടും? 80 എന്ന് പറഞ്ഞു കിട്ടും. പ്ലസ് 3 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. 80 30 കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടും 110 രൂപ എന്ന് പറഞ്ഞു കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 110 രൂപ എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റുകൾ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോയിൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ LSGS എക്സാമിന് വന്നപ്പോഴാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇങ്ങോട്ട് ചോദിച്ചു, അയ്യോ ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.